വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. എനിക്കിന്ന് മട്ടൻ കറി കിട്ടിയായിരുന്നു. അതിനെന്താ മറുപടി ഇല്ലാത്ത? എന്നോട് ഇപ്പോഴും പിണക്കാണോ? എനിക്ക് ശബ്ദം കേൾക്കാൻ കൊതിയാവുന്നു. ആരുടെ? നമ്മുടെ റോസാ ചെടി ഞാൻ ലളിതനെ ഏൽപ്പിച്ചിട്ടാ വന്നിരിക്കണേ. അവള് നന്നായിട്ട് നോക്കൂട്ടോ. പടച്ചോനെ, ഇത് ആരോട് സംസാരിക്കുന്നേ? ഇനി വട്ടാണോ? ചേച്ചി തീർത്ഥാടന യാത്രയ്ക്ക് പോയിരിക്കുക. ചേച്ചിനെ കണ്ടാലല്ലേ എനിക്ക് വരാൻ പറ്റൂ. അപ്പോഴേക്കും ഇങ്ങനെ പിണങ്ങി എങ്ങനെയാ? എന്തോ ഇവിടെ എല്ലാവരും നല്ല സ്നേഹമുള്ളവരാ, കുഴപ്പമൊന്നുമില്ല. ചേച്ചിനെ കണ്ടാലേ മനസ്സമാധാനം ആവുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പിണങ്ങിയിരിക്കുമ്പോ എന്തെങ്കിലും ഒന്ന് പറയുന്നേ. എനിക്ക് സങ്കടാവും കേട്ടോ. അവിടെ നിപ്പുണ്ടോ? എന്തൊന്നും മിണ്ടാത്ത? കുഞ്ഞമ്മേ. കുഞ്ഞമ്മേന്നോ? ഇതെന്താ പുതിയൊരു വിളി? കുഞ്ഞമ്മ ഇവിടെ. കുഞ്ഞമ്മ ആരോടാ സംസാരിക്കുന്നേ? ആരോട്? അപ്പൊ ഞാൻ കേട്ടല്ലോ, എന്താ മിണ്ടാത്തെന്നൊക്കെ ചോദിക്കുന്നേ. ഓഹോ, അതോ. അത് ഞാനിങ്ങനെ ജയിലിലത്തെ ഓരോ കാര്യങ്ങൾ ഓർക്കുമായിരുന്നേ. ആദ്യമായിട്ടല്ലേ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. അതാ. ഷാഹിൻ എന്താ വന്നേ? ഞാനേ സമയം കൊറേ കുഞ്ഞമ്മ കിടക്കണ്ടേ. അല്ല, അപ്പൊ ബെല്ലടിച്ചില്ലല്ലോ. ബെല്ലോ? അല്ല, ഓ, അവിടെ ജയിലിൽ ഉറങ്ങണമെങ്കിൽ ബെല്ലടിക്കണം. അയ്യോ, ഇവിടെ അങ്ങനെ ബെല്ലൊന്നും ഇല്ല, തോന്നുമ്പോ കിടക്കാം. ആണോ? അത് ശരി. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, എനിക്കൊരു പായ തരുമോ? ഞാൻ ഇവിടെ വിരിച്ചു കിടന്നോളാം. അയ്യോ കുഞ്ഞമ്മ, ഇവിടെയല്ല കിടക്കുന്നേ, ആ റൂമിലാ. അയ്യോ, എനിക്ക് റൂമൊന്നും വേണ്ട. ജയിലില് ഞങ്ങൾക്ക് ഇത് സ്ഥിരം ശീലല്ലേ. നിലത്ത് പാവിരിച്ച് കിടന്നോളാം. അയ്യോ, അതൊന്നും പറഞ്ഞാൻ പറ്റൂല, അവിടെ കിടന്നാ മതി. വാ. അയ്യോ വേണ്ട. വാ കുഞ്ഞമ്മേ, നടക്കിട്ടോ. ഷാഹിന, ഷാഹിന, അവിടെ ഒന്നുമില്ല, ഇങ്ങോട്ട് വാ. വാ, കേൾക്കും. ചീറ്റ് ഇരിക്കട്ടെ. തന്നെ പിടിക്കോ? അത് ബാത്റൂമാ? ബാത്റൂമാണ്. അതാ ബാത്റൂം. അന്നേരം പിടിക്കോ കുഞ്ഞമ്മേ? അപ്പൊ ഇതാണ് ഇനി തൊട്ട് കുഞ്ഞമ്മയുടെ റൂം. ആദ്യമേ ഇവിടെ അനന്തേട്ടൻ ദേവികേച്ചിയായിരുന്നു. പിന്നെ അവര് പോയപ്പോ കുറച്ചുനാൾ അപ്പച്ചയായി. പിന്നെ അപ്പച്ചി കഴിഞ്ഞപ്പോ ഉത്തമേട്ടനും മരുതകൊക്കെ ആയി. പിന്നെ കുറച്ചുനാള് സാറമ്മയായിരുന്നു. ഇനിയിപ്പൊ ഇത് കുഞ്ഞമ്മയുടെ റൂം. ഇതേ ഒരുപാട് പേരുടെ ഓർമ്മകളുള്ള റൂമാ. ഇനിയിപ്പോ കുഞ്ഞമ്മയുടെ ഓർമ്മകൾ ഉണ്ടാവും ഇവിടെ. അയ്യോ, തലേണക്കവറിടാൻ മറന്നുപോയല്ലോ. അതിന്റെ ആവശ്യമൊന്നുമില്ലെന്ന്. വേണ്ടേ? വേണ്ട, ഇത് തന്നെ മതിയല്ലോ. ആണോ? ഓ, ധാരാളം. എന്നാ പിന്നെ ഞാൻ ഇതിവിടെ വെച്ചേക്കാട്ടോ, ആവശ്യം ഉണ്ടെങ്കിൽ എടുത്തിട്ടോയേ. കുഞ്ഞമ്മേ, ജനലടക്കട്ടെ? അയ്യോ വേണ്ട. അതെന്താ? അത് എനിക്കേ ഈ കാറ്റും വെളിച്ചം നല്ല പോലെ കടക്കണം. അല്ല, കൊതുകേറും. അത് സാരമില്ല. ഞങ്ങൾ ഈ ജയിലില് വർഷങ്ങളായിട്ട് ഇങ്ങനെ അഴിയുള്ള വിശാലമായിട്ട് റൂമിലല്ലേ കിടന്നുറങ്ങുന്നത്. അപ്പൊ ഈ അടച്ചുപൂട്ടിയ റൂമിനകത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടും. എന്നാ പിന്നെ കുഞ്ഞമ്മയായിരുന്നു, ഞാൻ പോവാ. അല്ല, അപ്പം നീ എവിടെ പോണു? എന്റെ മുറി താഴെ, ഞാൻ അവിടെ കിടക്കുന്നേ. അയ്യോ, നമുക്ക് ഇന്നിവിടെ ഒന്നിച്ച് കിടക്കാം. അത് വേണ്ട, ഞാൻ താഴെ കിടന്നോളാം. കൊറേ വിശേഷങ്ങൾ പറയാനുണ്ടല്ലോ. അതൊക്കെ നമുക്ക് പിന്നെ പറയാലോ. കുഞ്ഞമ്മ എന്തായാലും വന്നല്ലേ ഉള്ളു ഇന്ന്. വേഗം കിടന്നോട്ടോ. പിന്നെ ഇതാണ് കേട്ടോ സ്വിച്ച് ബോർഡ്. ഇവിടെയാണ് ഫാന്റെ ലൈറ്റിന്റെ. പിന്നെ വെള്ളം ഇവിടെ ഇരിപ്പുണ്ട്. വാഷ്റൂം അറിയാലോ അവിടെ. അവിടെ. എന്നാ പിന്നെ ഇനി കുഞ്ഞമ്മ കിടന്നോ? ഞാൻ പോന്നേ. പോവണോ? പോവാ. ഗുഡ് നൈറ്റ്.
ഷൈന കുഞ്ഞുമ്മ ഉറങ്ങിയോ? ഞാൻ മുറി കൊണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ ചിലപ്പോ കിടന്നു കാണും. അതേ കുഞ്ഞമ്മക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ? എന്ത് സംശയം? അല്ല നമ്മളൊക്കെ കള്ളം കാണിക്കുകയാണെന്നുള്ളതേ. ഏയ് അങ്ങനെ സംശയമൊന്നുമില്ല എന്നാ തോന്നേ. എനിക്ക് മുറിയിലിരുന്നിട്ട് ഒരു സ്വര സമാധാനമില്ല, ഒരു ആദി. എന്തിന്? അല്ല കുഞ്ഞമ്മക്ക് എന്തെങ്കിലും സംശയം തോന്നിക്കാണോന്ന് കരുതിട്ടേ. അപ്പുണ്ണേട്ടാ ടെൻഷൻ കൂടിയിട്ട് ഇനി കുഞ്ഞമ്മയോട് അങ്ങനെ പോയി ചോദിക്കുവോ എന്ത് നമ്മളെ സംശയം ഉണ്ടോന്ന്? ആരും ഞാനോ? എന്താ അത്ര വിഡ്ഢിയാണോ ഞാൻ? പറയാൻ പറ്റൂല. കുഞ്ഞമ്മയുടെ അച്ഛല്ലേ? അതെ. വാ നോക്കാം. എന്താ എന്തേ അവിടെ എന്തോ രൂപം. രൂപോ? പേടിക്കണ്ട പേടിക്കണ്ട ചേച്ചി പെട്ടെന്ന് എന്തെങ്കിലും കണ്ട് പേടിച്ചിണ്ടാവും. അത് എനിക്ക് തോന്നുന്നേ നമ്മുടെ മരിച്ചുപോയെന്ന് ആണിമുത്തശ്ശി. പേടിക്കണ്ട കുഞ്ഞേച്ചി പേടിക്കണ്ട. എന്ത് പ്രാന്താ നീ പറയണത്? ആണ്. പിന്നെ നാണി മുത്തശ്ശിക്ക് എന്താ ഇവിടെ? മുത്തശ്ശി എല്ലാ വെള്ളിയാഴ്ച ഇവിടെ വന്നിട്ട് തിങ്കളാഴ്ചയല്ലേ പോക്ക്. ആരും എന്നോട് ഇതൊക്കെ പറയണേ? അപ്പച്ചി പറഞ്ഞു അതൊക്കെ. എടാ അത് നിന്നെ പേടിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് പറഞ്ഞായിരിക്കും അപ്പച്ചി. പറ്റിക്കാൻ വേണ്ടി പറഞ്ഞാണോ? പിന്നല്ലാണ്ടേ. എന്നിട്ട് ഞാൻ പേടിച്ചിട്ട് ഒറ്റയ്ക്ക് ഈ റൂമിലേക്ക് വരാറില്ല. ഒന്നും അവിടെ നോക്കണം. ഒന്നുമില്ല ചേച്ചി, ഒന്നുമില്ല. എവിടെ കണ്ടേ? അതെ അത് തീർത്തിട്ട് ഇനി ഇവിടുന്ന് പോണല്ലോ. എന്താ ഇവിടെ ഉള്ളത്? ഇത് വാതിലാണ്. ഇതെന്താ ഇവിടെ ഉള്ളത്? ഒന്നും പേടിക്കാല്. അവിടെ കണ്ണാടി വെച്ചിരിക്കല്ലേ കുഞ്ഞേച്ചി. ലൈറ്റ് ഓഫ് ചെയ്തപ്പോ ഒരു ചെറിയ വെളിച്ചത്തിന് ചിലപ്പോ കണ്ണാടിയിൽ കുഞ്ഞേച്ചി എന്നെ കണ്ടിട്ടുണ്ടാവും. ഞാനിപ്പോ നോക്കിയപ്പോ എന്നെയും പെട്ടെന്ന് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി അത് പ്രതിബിംബം കണ്ടായിരിക്കും. പ്രതിബിംബേ എങ്ങനെ ഈ നേരത്തെ ഈ വക വാക്കൊക്കെ പറയണേ നീ പുണ്യെ? പ്രതിബിംബേ. പേടിക്കണ്ട കേട്ടോ. കിടന്നോ, സമാധാനത്തിൽ കിടക്കൂ. എന്തേ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുണ്ടോ? ചെറുതായിട്ട്. അതെ, ഞാൻ ഈ ജയിലില് 3-4 പേരുടെ കൂടെയല്ലേ സെല്ലില് കിടക്കാറ്. കൊറേ കാലത്ത് ശീലമല്ലേ, ഇപ്പൊ ഒറ്റയ്ക്ക് കിടന്നിട്ട്. അത് സാരില്ല. എന്നാ ഒരു കാര്യം ചെയ്യാം. അതെ സാറാമെന്ന് ഇവിടെ ചേച്ചിയുടെ കൂടെ കിടന്നു. അയ്യോ എനിക്ക് കിടക്കുന്നതിന് കുഴപ്പമുണ്ടായിട്ടല്ല, പക്ഷെ കുറച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനുണ്ട് നാളത്തേക്ക് വേണ്ടിട്ടേ. എന്നാ മോളെ ഷായനൊന്ന് കിടക്കോ ചേച്ചിയോട്? ഞാനോ? കുമാരിച്ചി കിടക്കും. കുമാരി എങ്ങനെ കിടക്കുക? കുമാരി അവിടെ മോനും ഞാനും ഇല്ല. അപ്പൊ എങ്ങനെ? കുഞ്ഞ് എന്റെ കൂടെ കിടന്നോളൂ. കുഞ്ഞ് നിന്റെ കൂടെ നടക്കൂല. കുഞ്ഞ് കുമാരിനെ എന്റെ കൂടെ കിടക്കുള്ളൂ. അതെ അതൊന്നും ശരിയാവില്ല. അല്ലെങ്കിൽ ഒരു പണിയാ, ഞാൻ കിടക്കാം അവിടെ താഴെ. എന്നിട്ട് വേണം നീ പേടിച്ച് കാര്യത്തിട്ട് കുഞ്ഞേച്ചിയും ഞാൻ എല്ലാവരും കൂടിയിട്ട് പേടിക്കാൻ. അത് വേണ്ട, അതൊന്നും വേണ്ട. മോള് കിടക്കൂ. ഷാഹിന കിടന്നോ? ഷാഹിന കിടന്നോട്ടെ. കണ്ടോ കുഞ്ഞമ്മേ പറഞ്ഞു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാ മതി. ശരി. അയ്യോ ഞാൻ പേടിച്ചു പോയതുകൊണ്ടാണ്. എന്തായാലും മാറി കിടക്കുമ്പോ ഒരു പേടിയൊക്കെ ഉണ്ടാവും. സാരില്ല സാരില്ല, ഞങ്ങള് അപ്പുറത്തുണ്ടാവും കേട്ടോ. അതെ കിടക്കണതിന് മുമ്പ് ജനല കിടച്ചോണ്ട് കേട്ടോ. അയ്യോ അത് വേണ്ട, എനിക്ക് കാറ്റും വിളിച്ചു. കിടന്നോട്ടെ കുഴപ്പമൊന്നുമില്ല. ശരി എന്നാ കിടന്നോളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോ മോളെ കേട്ടോ. ജയിലിലെ കുറേ കഥകൾ ഞാൻ പറഞ്ഞുതരാവേ. ഇത് എവിടെ പോയി കിടക്കുന്നു? ഷാഹിന, ഷാഹിന. ചേടാ ഷാഹിന, എന്തുവാടിയത്? എന്തെന്നാ അമ്മായി? മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടിട്ട് ഞാനങ്ങ് വിചാരിച്ചു, അങ്ങനെയൊക്കെ വിചാരിച്ചത് കേട്ടോ. എന്താ ഇവിടെ നിന്ന് ഉറങ്ങുന്നേ? ഇവിടെ ഇരുന്ന് ഉറങ്ങുന്ന എന്താന്നോ? ഇന്നലെ എന്നെ ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല. ആര്? കുഞ്ഞമ്മ അല്ലതാരാ. അതെന്താ? എന്റെ പൊന്നമ്മായി ജയിലിലെ കഥകളൊക്കെ പറഞ്ഞിരിക്കായിരുന്നു. അവർക്ക് ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. എന്ത് കഥ? എനിക്ക് ഉറക്കം വരുന്നൊന്നും പോയി തരുവോ? പറഞ്ഞിട്ട് കിടന്നുറങ്ങുന്നത്. അവിടുന്ന് ഒരാൾ
ഇയാള് സമാധാനം ഉറങ്ങാൻ സമ്മതിക്കൂലല്ലോ. എന്നാ നമുക്ക് സമാധാനം ഉണ്ടാക്കാം. നീ കാര്യം പറഞ്ഞിട്ട് ഉറങ്ങ്. ഞാൻ ഉറങ്ങിയിട്ട് പറയാം. കാര്യം പറ. ഞാൻ പറഞ്ഞു തരാം. പിന്നെ നീ ഇപ്പൊ പറഞ്ഞോ? പിന്നാണല്ലോ പറയണ്ടേ, ഇപ്പൊ പറ. എന്റെ പൊന്നമ്മായി, നിങ്ങളെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിട് പ്ലീസ്. അവിടെ ഉറങ്ങാൻ പോവാണോ? എടി എടി പറഞ്ഞിട്ടോ. ചേടാ ഡേ എന്താ രണ്ടുപേരും കൂടെ രാധാലക്ഷ്മി ഇവിടുന്ന് ഓടിക്കാനുള്ള ചർച്ചയിലാണോ? രാത്രി ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുള്ള അവരെ നമ്മൾ എന്തിനാ അപ്പച്ചി ഇവിടെ നിന്ന് ഓടിക്കാൻ നിക്കണേ? അതൊക്കെ ശരിയാ. പക്ഷേ രാധാലക്ഷ്മിയെ പറ്റി നിങ്ങൾക്ക് ശരിക്കും അറിയാൻ പാടില്ലാത്തത് കൊണ്ടാ. അവരെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലാക്കിയതാണ്. അവര് ശരിക്കും നിരപരാധിയാണ്. ഇത്രല്ലേ ഉള്ളൂ. അതൊക്കെ ശരിയാ. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. സീതാലക്ഷ്മി കരഞ്ഞാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയെന്ന് രാധാലക്ഷ്മി അറിഞ്ഞ അവളുടെ സ്വഭാവം മാറും. പിന്നെ ആര് വിളിച്ചാലും കിട്ടത്തില്ല. ചേടാ ഈ അപ്പച്ചി പറയുന്ന കേട്ടാ തോന്നുന്നു നമ്മളെല്ലാവരും ഇവിടുന്ന് അടിച്ചിറക്കിയാണ് നാത്തൂനെ വിട്ടതെന്ന് അല്ലേ? അപ്പച്ചി ഒരുമാതിരി വർത്താനം പറയരുത് കേട്ടോ. എടി നിങ്ങളൊക്കെ തോന്നിയതുപോലെ കല്യാണം കഴിച്ചതുകൊണ്ടല്ലേ ആ വിഷമത്തിൽ അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. കല്യാണം കഴിക്കുന്നതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ല അപ്പച്ചി. ആ ഇങ്ങോട്ടൊന്ന് ഇരുന്നേ. എന്തിനാ? ഇരിക്കെ ഒരു കഥ കേൾക്കാം. രാധാലക്ഷ്മിയുടെ കഥ കേൾക്കാം. ആണോ? നീ പറ. അത് പിന്നെ പറഞ്ഞ പോരെ അമ്മായി. ഇതിപ്പോ പറയാനേ. അതെ, ഇന്നലെ ഞാൻ മുറിയൊക്കെ റെഡിയാക്കിയിട്ട് കിടക്കാൻ വേണ്ടി അവരെ വിളിക്കാൻ ചെന്നു. ഞാൻ നോക്കുമ്പോഴേ അവര് ചുമരിനോട് സംസാരിച്ചോണ്ട് നിക്കുക. ആന്നേ, ചുമരിനോട് സംസാരിച്ചോണ്ട് നിക്കുക. എന്തൊക്കെയോ പറയുന്നു. എനിക്ക് ചെറുതായിട്ടൊരു സംശയമുണ്ട്, അവർക്ക് വട്ടാണോന്ന്. അതൊക്കെ അവളുടെ അടവാ. അയ്യ, എന്നിട്ട് ഇന്നലെ അവരോട് സ്നേഹം കാണിക്കുന്ന കണ്ടല്ലോ. എടി അത് പേടിച്ചിട്ടാടി. അയ്യേ, എനിക്കെന്തിനാ പേടി അവളോട്? ഉവ്വ, അവരുടെ പേര് പറഞ്ഞപ്പോഴേ കണ്ണും തള്ളി നിൽക്കുന്നത് ഞങ്ങൾ കണ്ടായിരുന്നു. പോവണ്ണേ ഇവിടെ. അതെ, നിങ്ങളെ ഓർത്തിട്ടാ. നീ ബാക്കി പറഞ്ഞേ. പിന്നെ അവരേതൊക്കെയോ ജയിൽ പുള്ളികളുടെ കാര്യമാണ് പറഞ്ഞോണ്ടിരുന്നത്. ആരുടെ? ആരൊക്കെയാണെന്നറിയോ? ഭർത്താവിന്റെ കൈ വെട്ടിയ ഒരാള്, പിന്നെ ബസ്സിൽ പോകുമ്പോ കയറി പിടിക്കാൻ ചെന്ന ഒരു കണ്ടക്ടറെ, ഓടുന്ന ബസ്സിൽ തന്നെ ചവിട്ടി താഴെ കിട്ട ഒരു സ്ത്രീ, പിന്നെ ഒരാളുടെ കൂടെ പറഞ്ഞല്ലോ പിക് പോക്കറ്റ് ജിഞ്ച. അത് സിനിമാ പേരായിരിക്കും. ഓ, പോക്കറ്റ് അടിക്കാരി ജിഞ്ച. ജിഞ്ചാന്ന് പേരുള്ള ഒരു പോക്കറ്റ് അടിക്കാരി. അവരെ പറ്റിയൊക്കെ എന്തെല്ലോ കാര്യങ്ങൾ പറഞ്ഞു. സത്യം പറഞ്ഞ എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷെങ്കിലേ കുഞ്ഞമ്മ ആളൊരു പാവാന്ന് തോന്നുന്നു. കുമാരീച്ചയുടെ കുഞ്ഞിനെ കാണാൻ വന്നേ. എന്നിട്ട് കുഞ്ഞിനെ നോക്കി കൊറേ നേരം സംസാരിച്ചിട്ട് ഒരേ കരച്ചിലായിരുന്നു. 24 മണിക്കൂർ ഇവർക്ക് ഈ കരച്ചിൽ മാത്രമേ ഉള്ളൂ. ചിലപ്പോ ആ വലിയ രൂപം മാത്രമേ ഉണ്ടാവുള്ളൂ. ലോല ഹൃദയമായിരിക്കും, അതായിരിക്കും. കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത. അതെ അപ്പച്ചി, എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. ആ രാധാലക്ഷ്മിയുടെ അപ്പച്ചി വല്ല കാശും എല്ലാം വാങ്ങിച്ചിട്ടുണ്ടോ? 24 മണിക്കൂർ അവരെ അങ്ങ് ബൂസ്റ്റ് ചെയ്തോണ്ടിരിക്കുക. സാറേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് പറയും. നീ ആരാ ചോദിക്കാൻ? പാർട്ടിക്കാരുടെ നേരെ ചാടുന്ന പോലെ എന്റെ അടുത്ത് ചാടരുത് കേട്ടോ. ഉള്ള വിവരം പറഞ്ഞേക്കാം. കുഞ്ഞമ്മ വരുന്നു. അതിനവിടെ പേടിക്കുന്നു. പേടി തീരെ ഇല്ല. രാധാലക്ഷ്മി ഭയങ്കര സ്നേഹവാ. പേടിയേ ഇല്ല. അപ്പച്ചി പോട്ടെ കേട്ടോ, ഞങ്ങൾ കണ്ടില്ല. ഞങ്ങള് മാത്രമേ അറിയത്തുള്ളൂ, ആരും പറയില്ല കേട്ടോ. അച്ഛാ, എന്താ നെഞ്ഞുവേനുണ്ടോ? നെഞ്ഞുവേനുണ്ടോ? ഇല്ലടാ. ആ, ഞാൻ കരുതി അച്ഛൻ ഇങ്ങനെ ഒഴിയണുണ്ടപ്പോ നെഞ്ഞുവേനുണ്ടെന്ന്. എന്താ അച്ഛൻ എന്തോ ഒരു വിഷമമുണ്ടല്ലോ? ഓ, എന്താ വിഷമോ? എന്തോ വിഷമുണ്ട്, പറയാച്ചാ. ഒന്നുമില്ലടാ. അച്ഛാ, എന്താ വിഷമം പറഞ്ഞേ? എടാ, അതേ പങ്കി നിന്റെ തള്ളെ കാണാൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. അവളെന്ത് പറയോ ആവോ, അതങ്ങനെ ആലോചിച്ചോണ്ടിരുന്ന് പോയതാ. എനിക്ക് പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അമ്മയുടെ സ്വഭാവം ആലോചിച്ചിട്ടാ. ഒരു തവണ പോയാ പിന്നെ അങ്ങോട്ട് പോവാനേ തോന്നൂല. അമ്മ ആട്ടും. അപ്പൊ അച്ഛനൊന്ന് പോയി വിളിച്ചാലെന്താ? നിന്നേക്കാൾ കൂടുതൽ അവളെ പറ്റി എനിക്ക് അറിയാവുന്നതിന്റെ പേരിലാ ഞാൻ അവളെ വിളിക്കാൻ പോവാത്തത്. അവള് വരാനൊന്നും പോകുന്നില്ലടാ. അങ്ങനെ പറയല്ല അച്ഛാ, ഒരു പ്രതീക്ഷയൊക്കെ കൊടുക്ക്. വരും. ബിആർ കൊട്ടിലപ്പാട്ട് അങ്ങനെ തളരരുത്. ധൈര്യം നന്ന് കൊല്ലാൻ എഴുന്നേറ്റ് പോടാ അവിടുന്ന്.
പോയിട്ട് എന്തായിടാ? പറഞ്ഞതന്നെ പറഞ്ഞോണ്ടിരിക്കുക. ആര്? നിന്റെ അമ്മ. അപ്പൊ അമ്മനി തരില്ലേ? ഇല്ല. കുഞ്ഞമ്മയോട് ഞാൻ എന്താ പറയാ അമ്മവ? ഇപ്പൊ കുറച്ചുമ്പോ കൂടി എന്നെ കണ്ടപ്പോ ചോദിച്ചാ എപ്പോഴാ അമ്മ വരികന്ന്. ഞാനെന്താ ചെയ്യണേന്? അമ്മാവനൊരു കാര്യം ചെയ്യോ? കുഞ്ഞമ്മേരത്തൊന്ന് പറയോ തിരിച്ച് ജയിലിലേക്ക് തന്നെ പോവാൻ? ഈ കഴുത എന്താ പറയണ? കുഞ്ഞേച്ചി ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ, വർഷങ്ങൾ കഴിഞ്ഞിട്ട് വരികയാണ് ഈ വീട്ടിലേക്ക്. അപ്പൊ തന്നെ ഇവിടുന്ന് ഇറങ്ങി പോവാൻ പറയും. ഞാൻ അങ്ങനെ പറഞ്ഞല്ല അമ്മാവ. കൂടുതൽ ദിവസം കുഞ്ഞമ്മ അവിടെ നിന്നിട്ടേ അമ്മേറ്റ ആശ്രമത്തിൽ പോയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നവും. അല്ലെങ്കിൽ ഒരു പ്രശ്നമില്ലാത്തൊരു വീടാത്. ഇതുവരെ ഒരു പ്രശ്നം ഈ വീട്ടിലുണ്ടായിട്ടില്ല. ഇപ്പൊ ഉള്ള പ്രശ്നങ്ങളുടെ ഇടയിൽ കൂടെ കുഞ്ഞേച്ചിയുടെ ഒരു പ്രശ്നം കൂടി ഉണ്ടാവും. അതല്ലേ ഉള്ളൂ. ആ പ്രശ്നം അങ്ങോട്ട് സഹിച്ചോ. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുക വെച്ചാലേ നമുക്ക് അപ്പം നോക്കാം. അളിയാ, ചേച്ചി നീ വീട്ടിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കണ്ട കേട്ടോ. ആ ഒരു പ്രതീക്ഷ ഒന്നും എനിക്കില്ലടാ. ഒരു ധാരണ ഉണ്ടായാൽ മതി. അച്ഛാ, അമ്മ വരില്ലെന്നാ അറിയണേ. കേട്ട് എഴുന്നേറ്റ് പോടാ അവിടുന്ന്. തന്റെ എന്താ ഇങ്ങോട്ട് തിരിച്ചപ്പോഴേ നിനക്കൊക്കെ സമാധാനമായല്ലോ. അച്ഛൻ വീണ്ടും തന്നെ പറഞ്ഞോണ്ടിരിക്കണോ? വെറുതെ അല്ല അമ്മ ഇട്ടു പോയത് മോരടൻ. പിടിച്ചേ. ആരും കാണുന്നില്ലല്ലോ. ആരില്ലേ പുറത്ത്? ജമാലെ, പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ആ രാധാലക്ഷ്മി എന്ന് പറഞ്ഞവരില്ലേ ഇപ്പൊ വന്നേക്കുന്നേ, അവരെന്തോ ഭയങ്കര ആളാന്നാ കേട്ടത്. നോക്കിയും കണ്ടുമൊക്കെ അവരോട് സംസാരിച്ചോണം, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് വല്ലതും മേടിക്കരുത് കേട്ടോ. അതെന്നെ എനിക്ക് ഇത്തേനോടും പറയാനുള്ളത്. അവരൊക്കെ വലിയ ഗുണ്ടകളാ. സംസാരിക്കുമ്പോഴേതാ കുറച്ച് ഭയഭക്തി പൂമായിട്ട് സംസാരിച്ചോട്ടോ. അതും ഇതും കയറി പറയാൻ നിൽക്കണ്ട. ഞാനൊന്നും പറയാൻ നിൽക്കത്തില്ല. അപ്പൊ പിന്നെ നമ്മൾ ആരെ കാണാനാ വന്നേക്കുന്നേ? രാധാലക്ഷ്മി ചേച്ചിയെ. രാധാലക്ഷ്മി ചേച്ചിയെ കാണാനാണോ വന്നേക്കുന്നേ? ജയിലിൽ നിന്ന് വന്ന ആൾക്കാരെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞല്ലേ ഇങ്ങോട്ട് ഇറങ്ങിയത്. ഏട്ടാ അല്ലടാ പൊട്ടാ, അങ്ങനെ പറഞ്ഞു വന്നാൽ അവർക്ക് ഇഷ്ടപ്പെടുവോ? നമ്മൾ വന്നേക്കുന്നത് നമ്മുടെ ഷാഹിന മോളെ കാണാനാണ് വന്നേക്കുന്നത്. ഈ രാധാലക്ഷ്മി എന്ന് പറഞ്ഞവർ ഇവിടെ വന്നിട്ടുണ്ടെന്നേ നമുക്കറിയത്തില്ല. ഷാഹിനെ നമ്മൾ കാണാൻ വന്നല്ലേ കണ്ടു മുന്നേ. ഞാൻ അടിക്കും പോത്തെ, അതാ പറയണേ. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? നീ ഇപ്പൊ ഒന്നും ചെയ്യണ്ട. നമ്മൾ ഷാഹിന മോളെ കാണാൻ വന്നാന്നങ്ങ് പറഞ്ഞേക്കണം, അത്രേ ഉള്ളൂ. ആണോ? ചോദിച്ചാ ഞാൻ അങ്ങനെ പറയാം. ചോദിച്ചില്ലെങ്കിലോ? ചോദിച്ചില്ലെങ്കിൽ രാധാലക്ഷ്മി ചേച്ചിനെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതുപോലെ നീ ചെയ്യണ പൊട്ടാ. അങ്ങനെ പറയാം. ഇത്ത നടന്നോ? ഇത്ത ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ചെയ്യാം. നിനക്ക് അഭിനയിക്കാൻ അറിയത്തില്ല, എന്നെ നോക്കി പഠിച്ചോ. നടക്ക്. ഷാഹിന, 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 ഷാഹിന. ഇതാള്. ഇതാടാ ആള്. ഉറപ്പാണോ? പിന്നല്ലാതെ വേറൊരാളൂടെ വരാനില്ല, ഇത് തന്നെ. നമസ്കാരം. ഓ നമസ്കാരം. നമസ്കാരം. എനിക്ക് ആളാരാന്ന് മനസ്സിലായില്ല. മനസ്സിലായില്ലേ? ഇല്ല. ഇവിടുത്തെ ഷാഹിനയില്ലേ മരുമോള്, ഷാഹിനയുടെ ഉമ്മയാണ് ഞാന്. ഷാഹിനയുടെ ഉമ്മ. ഇതെന്റെ ആങ്ങള ജമാല്, ഷാഹിനയുടെ മാമ. ഞാനിവിടുത്തെ സീതേച്ചിയുടെ അനിയത്തി രാധാലക്ഷ്മി. ഷാഹിന മോൾ ഇന്നലെ വിളിച്ചപ്പോ പറഞ്ഞായിരുന്നു ചേച്ചി ജയിലിൽ നിന്ന് വന്ന കഥ. ഞാനറിയാതെ പറഞ്ഞു പോയി ജമാലെ. ചേച്ചി, ഞാനിപ്പോ പറഞ്ഞില്ലായിരുന്നു ചേച്ചി ജയിലിൽ കിടന്ന കഥയൊക്കെ ഞാൻ അറിഞ്ഞു. ഞാൻ അങ്ങനെ ഒന്നും കഥയെ അറിഞ്ഞിട്ടില്ല. ചേച്ചി ജയിലിൽ കിടന്നാന്ന് എനിക്കറിയത്തില്ല. ഷാഹിന മോൾ ഇന്നലെ എന്നെ വിളിച്ചിട്ടുമില്ല. ഞാൻ രാത്രി കിടന്ന് ഉറങ്ങിയപ്പോ ഷാഹിന മോള് സ്വപ്നം കണ്ടേ. അപ്പൊ പെട്ടെന്ന് അവളെ കാണണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓടി വന്ന. അല്ല ചേച്ചി ആരാന്നാ പറഞ്ഞേ? ഞാൻ രാധാലക്ഷ്മി. ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ ജയിലിൽ നിന്ന് വന്ന ആള്. ചേച്ചി ശരിക്കും ജയിലിൽ നിന്ന് വന്ന ആളല്ലേ? പിന്നെ ശരിക്കും ഞാൻ ജയിലിൽ നിന്ന് വന്നതാ. ഈ ജയിലിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ച് മെലിഞ്ഞ ഒരാളായിരിക്കുമെന്ന്. ഇത് ചേച്ചി തടിച്ചു കൊഴുത്തിരിക്കുവാണല്ലോ. അവിടെ ഗോതമ്പുണ്ട് മാത്രമല്ലേ തിന്നാൻ കിട്ടു ചേച്ചി? അയ്യോ, ആര് പറഞ്ഞു? അല്ല, ഒന്നാം തരം ചോറും കറിയും ഒക്കെ അവിടെ കിട്ടും ശരിക്കും. പക്ഷെ പണ്ടൊക്കെ ഗോതമ്പുണ്ട മാത്രമേ ഉള്ളായിരുന്നു. അതെങ്ങനെ അറിഞ്ഞു? ജയിലിൽ പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടില്ല, ഞങ്ങളുടെ വാപ്പ പോയിട്ടുണ്ട്. അബൂബക്കർ വാപ്പയല്ലേടാ? വാപ്പ എന്തിനാ ജയിലിലേക്ക് പോയേ? അതിപ്പോ പറഞ്ഞല്ലേ പറ്റൂ, ഞാൻ പെട്ടല്ലോ. അതെ. വാപ്പയെന്ന് വെച്ചാലേ ഒരു നിസ്സാര കാര്യമായിരുന്നു കേട്ടോ. ഞങ്ങളുടെ അപ്പുറത്തെ രമണി ചേച്ചിയുടെ കോഴിക്കൂട്ടിന്ന് വാപ്പ 2 കോഴിയെ മുട്ടിച്ചായിരുന്നു. പക്ഷെ രമണി ചേച്ചിക്ക് പരാതി ഒന്നും ഇല്ലായിരുന്നു. രമണി ചേച്ചിയുടെ ഭർത്താവിന് അത് ഈഗോ അടിച്ചിട്ട് പുള്ളി കൊണ്ടുവന്ന് കേസ് കൊടുത്തു. 500 രൂപ കൊടുത്ത
തീർത്താ തീരുന്ന കേസായിരുന്നേ. വാപ്പയാണെങ്കിൽ ഒരു വക്കീലിനെ, വാപ്പയ്ക്ക് ഈഗോ അടിച്ചിട്ട് വാപ്പ ഒരു വക്കീലിനെ അങ്ങ് ഏർപ്പാടാക്കി. ആ വക്കീല് വാദിച്ച് 500 രൂപ കൊടുക്കേണ്ടടുത്ത് എന്റെ വാപ്പ 1 വർഷം ജയിലിൽ കിടന്നു ചേച്ചി. അതൊരു കഷ്ടമായിപ്പോയി. പക്ഷെ വാപ്പയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ജയിലിലെ നൊസ്റ്റു അടിക്കുവേ. അപ്പൊ ഞങ്ങൾ ഈ ഗോതമ്പുണ്ട ഉണ്ടാക്കി കൊടുക്കും അല്ലേടാ. അച്ചാർ കൂടി തിന്നു. അയ്യോ, ഇപ്പൊ എന്തൊക്കെയുണ്ട് ചേച്ചി ഇവിടെ കറികളൊക്കെ? അവിടെ എല്ലാ കറികളും കിട്ടും. ചേച്ചി ഈ മട്ടനെ കറിയായിട്ടാണോ പെരട്ടായിട്ടാണോ കിട്ടുന്നത് ഇപ്പൊ? നിനക്ക് എന്താ വേണ്ടേ, കറിയായിട്ടാണോ പെരട്ടായിട്ടാണോ വേണ്ടത്? അവന് കറി പെരട്ടി തിന്നുന്ന ഇഷ്ടം. ചേച്ചി അടുത്ത് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ചേച്ചി ശരിക്കും പറഞ്ഞാൽ ഈ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുപോലെ ഒരിടത്താണോ ഈ ജയിലിൽ കിടക്കുന്നത്? അയ്യോ അങ്ങനെയല്ല കേട്ടോ.